ഹലോ, വെൽക്കം ടു ജിസ് ഓൺലൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വരുന്നത് നമ്മളിപ്പോൾ അമ്മ സിനിമ, നമ്മുടെ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണല്ലേ. ഈ ഓഗസ്റ്റ് 15-നാണ് ഇലക്ഷൻ. അപ്പോൾ ശ്വേത മേനോന് അമ്മയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആവൂ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാനും വിട്ടുവരുത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, അമ്മ എന്ന താരസംഘടനയുടെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റായിട്ട് ശ്വേത മേനോൻ വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ റെക്കോർഡായിരിക്കും. അത് മാത്രമല്ല മറ്റു മേഖലകളിൽ, തമിഴ്നാട്ടിലായാലും തെലുങ്കിലായാലും മറ്റു മേഖലകളിലൊക്കെ അവർക്കൊക്കെയുള്ള എടുത്തു നോക്കുമ്പോൾ ഇതൊരു ചരിത്ര സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ അമ്മയുടെ ചരിത്രം, അമ്മ ആരംഭിക്കുന്നതിന് 1994-ലാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടന. അഭിനേതാക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൂട്ടായ്മ വേണം എന്ന ഒരു ധാരണ വരികയും ഇവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സഹായം നൽകുക എന്നുള്ളൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അമ്മ 1994 രൂപീകൃതമാകുന്നത്. MG സോമൻ അമ്മയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയപ്പോൾ മമ്മൂട്ടി മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡൻറ്റുമാർ. ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് മാറിയത് TP മാധവനായിരുന്നു. പിൻകാലത്ത് അന്തരിച്ച TP മാധവനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി ആയത്. അത് TP മാധവൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിന് ഗാന്ധി ഭവനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കളോ ആരും തന്നെ കൂടെ ഉണ്ടായില്ല. അമ്മയുടെ വക സഹായങ്ങളൊന്നും ലഭിച്ചില്ല എന്നും അതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, നമ്മളതിനെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കേണ്ടതില്ല. അതിനുശേഷം 1997 മധുസാറായിരുന്നു അമ്മയുടെ അരങ്ങത്തെത്തിയത്, അമ്മയുടെ തലപ്പത്തെത്തിയത്. വൈസ് പ്രസിഡന്റുമാരായിട്ട് സുരേഷ് ഗോപിയും രാജൻ ബി ദേവുമായിരുന്നു. ബാലേന്ദ്ര മേനോനും രാഘവനും സെക്രട്ടറിമാരായി. തുടർന്ന് 2000 ഇന്നസെൻ്റ് അമ്മയുടെ പ്രസിഡൻ്റായി. നീണ്ട 18 വർഷത്തോളം അദ്ദേഹം ആ ഒരു സ്ഥാനം അലങ്കരിച്ചു. 2018 പിന്നെ മോഹൻലാലായി. അപ്പോൾ അതിനിടയ്ക്ക് ഇടവേള ബാബുവും നീണ്ട കാലത്തോളം അമ്മയുടെ സെക്രട്ടറിയായി തുടർന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ വീണ്ടും 2 പ്രാവശ്യത്തെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും താരങ്ങൾക്കെതിരെ വന്ന സെക്ഷൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെയാണ് വീണ്ടും മോഹൻലാൽ ആ സ്ഥാനത്ത് രാജിവെക്കാനും, തുടർന്ന് ഒരുപാട് പേര് അദ്ദേഹം നിർബന്ധിച്ചു പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇനി അമ്മയുടെ തലപ്പത്തേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ശ്വേത മേനോൻ, ജഗദീഷ്, രവീന്ദ്രൻ, അതേപോലെ തന്നെ ദേവൻ, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല എന്നിവരടങ്ങി 7 പേരാണ് അമ്മയുടെ തലപ്പത്തേക്ക് പ്രസിഡൻ്റ് ആവാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നീട് ജഗദീഷ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വരികയാണെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നാണ് കേട്ടത്. പിന്നെ നമ്മുടെ ജോയ് മാത്യുവിൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്രിക തള്ളപ്പെടുകയും ചെയ്തു. പിന്നീട് രവീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങുകയും അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തോടെ മറ്റോ പത്രിക സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പം നിലവിൽ മത്സരം അനൂപ് ചന്ദ്രന്, ശ്വേത, അതേപോലെ ദേവൻ തുടങ്ങിയവരൊക്കെ തമ്മിലാണ്. അപ്പോൾ അതിൽ സ്ട്രിക്റ്റായിട്ട് ശ്വേത മേനോൻ തന്നെ വിജയിക്കും എന്നുള്ളതാണ്. കാരണം വനിത, ഈ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇങ്ങനെ ഇലക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം, 2017 നടി ആക്രമിച്ച സംഭവം, ഇതിനെ തുടർന്നുണ്ടായ പല ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഇതിലൊക്കെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണം എന്ന രീതിയിൽ, സ്ത്രീകൾ അമ്മയുടെ തലപ്പത്തേക്ക് വരണം എന്ന രീതിയിൽ ഒരു മുറവിളി എന്ന പോലെ WCC എന്ന് പറഞ്ഞൊരു സംഘടന ഇതിനിടയ്ക്ക് വരികയുണ്ടായി. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മറുപടി ആയിരിക്കും തീർച്ചയായിട്ടും ശ്വേത മേനോൻ പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്വേത മേനോൻ തന്നെയായിരിക്കും കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് തന്നെയാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. പിന്നെ അതേപോലെ നവ്യ നായർ, അൽസിബ ഹസൻ, കുക്കു പരമേശ്വരൻ തുടങ്ങിയ പല നടിമാരും പല സ്ഥാനങ്ങളോട്ട് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബാബുരാജ്, അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോട്ട് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ബാബുരാജിനെതിരെ അനൂപ് ചന്ദ്രൻ അമ്മയിലെ താരങ്ങളുടെ സംഘടന വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തൊക്കെയോ മെസ്സേജ് അയച്ചതും ഇടയ്ക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു പരാതി നിലനിൽക്കുന്ന ഒരു പരാതിപ്പെട്ട ഒരു നടൻ, ഒരു താരം ഒരിക്കലും മത്സരിക്കുന്നത് അമ്മയുടെ ഇമേജിനെ ബാധിക്കുമെന്നാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത്. അത് തന്നെയാണ് നടനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള വിജയ് ബാബു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിലും കുറിച്ചത്. അദ്ദേഹം പറഞ്ഞ ബാബുരാജിനെ ഇതൊരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്, ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് വിജയ് ബാബുരാജിനെതിരെ കുറിച്ചത്. ഇതിനിടയ്ക്ക് മറ്റു സംഘടനകളിലും വനിതാ പ്രാതിനിധ്യം വേണം എന്ന മുറവിളി ഉണ്ട്. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ സാന്ദ്ര തോമസ് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ പർദ്ദ ധരിച്ചിട്ടൊക്കെയാണ് അവർ മീറ്റിങ്ങിനൊക്കെ എത്തിയത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മലയാള സിനിമയിൽ സത്യം പറഞ്ഞാൽ കോമഡിയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പർദ്ദയാണ്
ഇപ്പോൾ തൽക്കാലം ഇവരുടെയൊക്കെ ഇടയിൽ വരാൻ വേണ്ടി സേഫായിട്ടുള്ളൊരു വസ്ത്രം എന്ന് സാന്ദ്ര തോമസ് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും ഇതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കുറിക്കട്ടെ. ശ്വേതാ മേനോൻ വിജയിക്കുമോ, അമ്മയുടെ തലപ്പത്ത് ആര് വരണം എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചെങ്കിൽ അത് താഴെ കുറിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാള സിനിമ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സിനും അതേപോലെ തന്നെ മറ്റു ട്രാവൽ വീഡിയോസിനും കുക്കിംഗ് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു.